നമ്മളിവിടെ ഫസ്റ്റ് നമ്മളൊരു ചിരട്ട, അതായത് ഒരു മുഴുവനായിട്ടുള്ള ചിരട്ട, അതിൻ്റെ മണ്ടഭാഗം അതായത് കണ്ണുള്ള ഭാഗം നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട്, അപ്പോൾ ഗൈസ് അങ്ങനെ ഫുൾ വർക്ക് നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണ്. അതായത് ജഗ് നമ്മൾ വർക്കും തീർത്തിരിക്കും. ഞാൻ ഉപയോഗിക്കുന്നത് സ്ലീക്ക് എന്ന് പറയുന്ന ഒരു വാർണിഷാണ്. സ്ലീക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ വാർണിഷാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഇതൊന്ന് അടിച്ചു കൊടുക്കാൻ നമുക്ക്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വാർണിഷെല്ലാം അടിച്ച് 2-3 മണിക്കൂർ നമ്മൾ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഇൻട്രോയും തമ്പനെയൊക്കെ കണ്ട പോലെ നമ്മൾ ജഗ് ചെയ്യാൻ പോവാണ്. അത് നമ്മൾ എടുത്ത് കളയുന്നത് നമ്മുടെ ചിരട്ട വെച്ചാണ്. അതായത് തേങ്ങ നമ്മൾ എടുത്തിട്ട് നമ്മുടെ ചിരട്ട നമ്മളൊന്നീ കത്തിച്ച് കളയോ അല്ലെങ്കിൽ എടുത്ത് കളയോ ചെയ്യുന്ന ചിരട്ട വെച്ച് നമ്മൾ ഉപയോഗമുള്ള വസ്തു ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ലാഗ് അടുപ്പിക്കുന്ന നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഫസ്റ്റ് നമ്മളൊരു ചിരട്ട, അതായത് ഒരു മുഴുവനായിട്ടുള്ള ചിരട്ട, അതിൻ്റെ മണ്ടഭാഗം അതായത് കണ്ണുള്ള ഭാഗം നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇത് ഉരച്ചെടുത്തിരിക്കുകയാണ്. അതായത് സാൻഡ് പേപ്പർ വെച്ച് നന്നായിട്ടൊന്ന് ഉരച്ച് വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ, അതായത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു ചിരട്ട എടുക്കുക, അതായത് കുഞ്ഞ് ചിരട്ട എടുക്കുക. അതിന് ശേഷം ഇതിനകത്ത് ഇറക്കി വെച്ചതിന് ശേഷം ഇത്രയും ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയുക. അതായത് ഇത്രയും ഭാഗം മാത്രം കട്ട് ചെയ്ത് കളയുക. അതിന് ശേഷം നമ്മൾ വേറൊരു ചിരട്ട എടുക്കുക, അത് മണ്ടയ്ക്ക് വെക്കുക. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മണ്ടഭാഗം കൂടെ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഇത് ഞാൻ രണ്ട് ചെയ്തിട്ട് കാണിക്കാം, എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഗൈസ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ ചിരട്ട കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂട്ടി യോജിപ്പിച്ചിട്ട് ഒട്ടിച്ചിട്ട്, അതായത് ഇതിങ്ങനെ വെച്ച് ഇവിടെ ഫ്ലഷ് കുക്ക് ഒഴിച്ച് നമ്മൾ പൊടിയിട്ട്, അതായത് ചിരട്ടപ്പൊടി ഇട്ടിട്ട് ഇതിനകത്ത് നാരെല്ലാം നമ്മൾ ഉരച്ച് ഇട്ട് നമ്മൾ ഇവിടെ വെച്ച് ഇങ്ങനെ ഒട്ടിക്കുവാണ്. അതായത് ഇങ്ങനെ വെച്ചാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒട്ടിച്ച് ഉരച്ച് എല്ലാം ഞാൻ കാണിക്കാം. അപ്പോൾ ഗൈസ് അങ്ങനെ ഫുൾ വർക്ക് നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണ്. അതായത് ജഗ് നമ്മൾ വർക്കും തീർത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുള്ളും ചിരട്ട വെച്ച് നമ്മൾ ചെയ്തേക്കുവാണ്. അതായത് എടുത്ത് കളയുന്ന ചിരട്ട വെച്ചാണ് നമ്മൾ ഇതുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് ഫിനിഷ് ആക്കി എടുക്കുക. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പശയുടെ വേസ്റ്റും ഒക്കെ ഇരിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് നല്ലപോലെ ഉരച്ചെടുക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ വാട്ടർ പേപ്പർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് ഫിനിഷ് ആക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ വാട്ടർ പേപ്പർ ഇട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് ഫിനിഷ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ വാട്ടർ പേപ്പർ ഇട്ട് നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ പശയൊക്കെ ഉള്ളത് നന്നായിട്ടൊന്ന് ഉരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനൊരു അടപ്പും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിരട്ട വെച്ച് നമ്മൾ ഇതിനൂടെ ഒരു അടപ്പൂടെ ഇങ്ങനെ അടച്ചു വെക്കാൻ വേണ്ടി ഒരു അടപ്പൂടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. നമ്മൾ ചിരട്ട കൊണ്ട് അങ്ങനെ ഒരു ജഗ് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് മാത്രം നമ്മൾ വാണിഷ് ചെയ്യുന്നുണ്ട്. നമ്മൾ അകത്ത് വാണിഷ് ചെയ്യാൻ പാടില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴേ ഈ വാണിഷിൻ്റെ അതിനകത്ത് ഒക്കെ എന്തുവാ വിഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ നമ്മൾ പുറത്ത് മാത്രം വാണിഷ് ചെയ്യുക, അകത്ത് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ വാണിഷൊന്നും തേക്കാൻ പാടില്ല. അപ്പം പുറത്ത് മാത്രം നമ്മൾ വാണിഷ് തേക്കുക. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് സ്ലീക്ക് എന്ന് പറയുന്ന ഒരു വാണിഷാണ്. സ്ലീക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ വാണിഷാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഇതൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വാർണിഷെല്ലാം അടിച്ച് 2-3 മണിക്കൂർ നമ്മൾ വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ജഗ്. അപ്പം ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ജഗ്. നമ്മൾ ചിരട്ടയിൽ നമ്മൾ എടുത്ത് കളയുന്ന ചിരട്ടയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ജഗ്ഗാണ്. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തതിനെപ്പറ്റി എന്ത് അഭിപ്രായം നിർദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അയച്ചേക്കുക.
ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോ ഒക്കെ അതേസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ ബോണി ബെന്നി ബേക്ക് സൈനിങ് ഔട്ട്. ബൈ.